നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രൂഡ് ഓയിലിൻ്റെ ട്രേഡിങ്ങിനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടൊരു വീഡിയോ ആണ്. ക്രൂഡ് ഓയിലിൻ്റെ ട്രേഡിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ഗോൾഡിൻ്റെ കാര്യത്തിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളോട് പറയാനുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ, വീഡിയോ മുഴുവനായിട്ട് നിർബന്ധമായിട്ട് കണ്ടിരിക്കുക. എന്താണ് ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രത്യേകത? അതറിഞ്ഞാലേ ക്രൂഡ് ഓയിൽ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റൂ. എന്താണ് ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രത്യേകത? മദർ ഓഫ് ഓൾ കമ്മോഡിറ്റീസ് എന്നാണ് ക്രൂഡ് ഓയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, എല്ലാ കമ്മോഡിറ്റികളെയും വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കമ്മോഡിറ്റി തന്നെയാണ് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതായത് പ്ലാസ്റ്റിക്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അത്തരത്തിലുള്ളതിൻ്റെ പലതിൻ്റെയും മാനുഫാക്ചറിങ്ങിന് ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെ ഉള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് ഇത്രയും പ്രാധാന്യം വരുന്നത്, ഇത്രയും ഡിമാൻഡ് വരുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈ സപ്ലൈയും ഡിമാൻഡും, ഈ കമ്മോഡിറ്റികളെ വെച്ചിട്ട് സപ്ലൈയും ഡിമാൻഡും പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി കൂടിയാണ് ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രൂഡ് ഓയിലിൻ്റെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ബാക്കിയുള്ള കമ്മോഡിറ്റികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. ആ കാര്യം ഞാൻ ആദ്യമേ പറയുകയാണ്, റിസ്ക് ഡിസ്ക്ലൈമർ ആണ്, ആദ്യമേ പറയുകയാണ്. ക്രൂഡ് ഓയിലിൻ്റെ ട്രേഡിംഗ് എന്ന് പറയുന്നത് കുറച്ചൊന്ന് എക്സ്പീരിയൻസ്ഡ് ആവാതെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. കുറച്ചൊന്ന് മനസ്സിലാക്കി, കുറച്ചൊന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മാത്രം ക്രൂഡ് ഓയിലിൻ്റെ ട്രേഡിങ്ങിലേക്ക് കിടക്കുക. കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങളവിടെ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ക്രൂഡ് ഓയിലിൻ്റെ ടൈപ്പുകൾ നിങ്ങൾ മനസ്സിലാക്കണം. പല ടൈപ്പ് ക്രൂഡ് ഓയിലുകളുണ്ട്, നൂറുകണക്കിന് ടൈപ്പ് ഓയിലുകളുണ്ട്. നമ്മൾ പക്ഷേ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ട്രേഡിങ്ങിന് വേണ്ടിയൊക്കെ നമ്മൾ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 2 ടൈപ്പ് ഓയിലുകളിലേക്കാണ്. ഏതാണ് ആ ഓയിലുകൾ എന്ന് പറയുന്നത്? ബ്രെൻഡ് ക്രൂഡ് ഓയിലും അതുപോലെ തന്നെ WTI ആണ്. വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ്. നിങ്ങൾക്ക് അപ്പോൾ ഈ ടെക്സസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, അമേരിക്കയാണ്. അപ്പോൾ അത് തന്നെയാണ്, അമേരിക്കയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓയിലാണ് WTI എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ബെഞ്ച് മാർക്കാണ്, അവിടുത്തെ ഓയിലിൻ്റെ ബെഞ്ച് മാർക്കാണ് WTI എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൊഡക്ഷനും ഒക്കെ എന്താണ്? പ്രൈമറിലി മെയിനായിട്ട് പ്രൊഡക്ഷനൊക്കെ എന്താണ്? ടെക്സസിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന, അമേരിക്കയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓയിലാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ബ്രെൻഡ് ക്രൂഡ് ഓയിൽ. അതെന്താണ്? അത് യൂറോപ്പിൻ്റെ വെസ്റ്റ് ഭാഗങ്ങളിലുള്ള സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓയിലാണ് ബ്രെൻഡ് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. 15 ലൊക്കേഷനുകളിൽ യൂറോപ്പിൻ്റെ വെസ്റ്റ് ഭാഗത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓയിലാണ്. ഈ ബ്രെൻഡിൻ്റെ കാര്യം പറയുമ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്ന ഓയിൽ കോൺട്രാക്റ്റുകളിൽ 2/3 ഭാഗം എന്താണ്? ഈ ബ്രെൻഡ് ക്രൂഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകളാണ്. അതുപോലെ തന്നെ WTIക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത? അതിന് ഡെൻസിറ്റി കുറവാണ്, അതിലെ സൾഫർ കണ്ടന്റ് ഒക്കെ കുറവാണ്. അതുകൊണ്ട് എന്താണ്? അതിന് എക്സ്പെൻസ് കുറവാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യാനും റിഫൈൻ ചെയ്യാനൊക്കെയുള്ള എക്സ്പെൻസ് കുറവാണ്. അത് തന്നെയാണ് അതിനെ പ്രിയങ്കരാക്കുന്ന ഒരു കാരണം. മറ്റ് ഓയിലുകളെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? ഇതിന് എക്സ്പെൻസ് കുറവാണ് WTIക്ക്. അപ്പോൾ ഈ 2 ടൈപ്പ് ഓയിലുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിലേക്കാണ് നമ്മുടെ കോൺസെൻട്രേഷൻ പോകേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, എന്തുകൊണ്ടാണ് ഈ ഓയിൽ എന്ന് പറയുന്നത്, ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ഇത്ര വാല്യൂബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റി ആകുന്നത്? നമ്മുടെ എവരിഡേ നമ്മൾ യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ പിറകിൽ ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന സാധനം ഉള്ളത് കൊണ്ടാണ്. നമ്മൾ പ്ലാസ്റ്റിക്, പെട്രോളിയത്തിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഡീസലിൻ്റെ ഒക്കെ പിറകിൽ ക്രൂഡ് ഓയിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ മൂവ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? വാർ ഉണ്ട്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ സ്വാധീനിക്കും, ഇതൊക്കെ കമ്മോഡിറ്റികളെ സ്വാധീനിക്കും. വാർ ഉണ്ട്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഉണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. മറ്റ് ഊർജ്ജ സ്രോതസ്സുകൾ, അതായത് ഇപ്പോൾ ഈ ക്രൂഡ് ഓയിലിന് പകരം മറ്റെന്തെങ്കിലും ഒരു ഊർജ്ജ സ്രോതസ്സ് കണ്ടുപിടിക്കുകയാണ്, അതിൽ നിന്ന് കൂടുതലായിട്ട് എനർജി ഡെവലപ്പ് ചെയ്യുകയാണ്, അതിലേക്ക് ആൾക്കാർ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്? അത് ക്രൂഡ് ഓയിലിൻ്റെ മൂവ്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ന്യൂസുകൾ, ഒരുപാട് കാര്യങ്ങൾ ക്രൂഡ് ഓയിലിനെ ബാധിക്കുന്നതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ക്രൂഡ് ഓയിലിൽ ട്രേഡ് ചെയ്യാൻ പറ്റുക? അതിനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യുന്നത് പോലെ ഇവിടെയും നമുക്ക് ഫ്യൂച്ചറുകളുണ്ട്, ഓപ്ഷനുകളുണ്ട്. അതായത് ഒരു കമ്മോഡിറ്റി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ആ ഒരു അസറ്റിൻ്റെ ബേക്കിൽ ഒരു ഡെറിവേറ്റീവ്സ് ഉണ്ടാവുമല്ലോ. ആ ഒരു ഡെറിവേറ്റീവ്സ് ഇവിടെയും ഉണ്ട്. ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ഫ്യൂച്ചേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ഒരു ടൈമിന് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയാണ്. ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു ടൈമിന് സെല്ല് ചെയ്തോളാം, അല്ലെങ്കിൽ ഇത്ര പൈസക്ക് വാങ്ങിക്കോളാം എന്നൊക്കെയുള്ള ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഓപ്ഷൻസും ഉണ്ട്. ഈ ഒരു കമ്മോഡിറ്റിക്ക് ഓപ്ഷൻസും ഉണ്ട്. അതിന് പുറമെ മറ്റ് ചില അവസരങ്ങൾ കൂടിയുണ്ട്, മറ്റ് ചില ഇൻസ്ട്രുമെന്റ്സ് കൂടിയുണ്ട്. ഏതൊക്കെയാണത്? CFDs ഉണ്ട്. എന്താണ് ഈ CFDs എന്ന് പറയുന്നത്?
കോൺട്രാക്ട്സ് ഫോർ ഡിഫറൻസസ്. ആക്ച്വലി എന്താണ്, ഇത് ഫ്യൂച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ഏകദേശം ഫ്യൂച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ പ്രത്യേകത എന്താണ്, എക്സ്പയറി ഡേറ്റ് ഇല്ല. CFDസിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ്പയറി ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഇതെന്താണ്, കൂടുതൽ കാലത്തേക്ക് ഹോൾഡ് ചെയ്യാനോ, അതായത് കൂടുതൽ കാലത്തേക്ക് ലോങ് പൊസിഷൻ ഒന്നും എടുക്കാനുള്ള ഒരു നല്ല ഇൻസ്ട്രുമെന്റ് അല്ല. എന്തുകൊണ്ടാണ്, ഒരു 4 വീക്ക് 6 വീക്കൊക്കെ കഴിയുമ്പോൾ ഫിനാൻഷ്യൽ ചാർജസ് ഇതിന്റെ മേലെയും വരുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, കൂടുതൽ കാലത്തേക്ക് ലോങ് എൻട്രിക്കോ അത്തരത്തിലൊന്നും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ല CFDs എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും ട്രേഡ് നടക്കുന്നത് ഷോർട്ട് ടേമിലാണ്. ഷോർട്ട് ടേം ട്രേഡിംഗ് ആണ് CFDസിലും നടക്കുന്നത്. CFD എന്ന് പറയുന്നത് ഒരു നല്ല ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കമ്മോഡിറ്റി ട്രേഡ് ചെയ്യാനുള്ള ഒരു നല്ല ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇതിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. അതുപോലെ തന്നെ ഇത് മേജർ ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിലൊന്നും ട്രേഡ് ചെയ്യപ്പെടുന്നില്ല. ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബ്രോക്കേഴ്സിന്റെ കൂട്ടം, നമ്മൾ ഈ ട്രേഡ് ചെയ്യപ്പെടുന്ന ഇന്റർനാഷണൽ ബ്രോക്കേഴ്സിന്റെ ഒരു കൂട്ടം, അവരാണ് ഇതിന് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതും അവർ വഴിയാണ് ട്രേഡിംഗ് ഒക്കെ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇത് ഹൈലി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് അല്ല. കൂടുതൽ റെഗുലേഷൻസ് ഒന്നുമില്ല ഒരു ഇൻസ്ട്രുമെന്റ് അല്ല ഈ CFDs എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ CFDകളിലൊക്കെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നിങ്ങളുടെ ബ്രോക്കർ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു ബ്രോക്കർ ആണോ, നിങ്ങൾക്ക് ആ ബ്രോക്കറെ വിശ്വസിക്കാൻ പറ്റുമോ, അത് നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രോക്കറൊക്കെ തന്നെയാണോ, ഇതൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്, ഈ ബ്രോക്കർ നല്ലതാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുന്നത്, അതിനുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സ്കാം ഐഡന്റിഫിക്കേഷൻ വരെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഐ ബട്ടണിൽ കൊടുക്കാം. ഇതറിയില്ലെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ അത്തരത്തിലൊരു ബ്രോക്കറെ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പ്രിഫർ ചെയ്ത് തന്നിട്ടുണ്ട്. അത് FXTM ആണ്. FXTMൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ പ്രിഫർ ചെയ്യുന്നത് അഡ്വാൻറ്റേജ് അക്കൗണ്ടാണ്. അവിടെ മൈക്രോ ഉണ്ട്, അഡ്വാൻറ്റേജ് ഉണ്ട്, അഡ്വാൻറ്റേജ് പ്ലസ് ഉണ്ട്. നമുക്ക് ട്രേഡ് ചെയ്യാൻ തീർച്ചയായിട്ടും ടൈറ്റ് സ്പ്രെഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്, അഡ്വാൻറ്റേജ് അക്കൗണ്ടാണ്. പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഉപയോഗിക്കുന്നതും FXTMന്റെ അഡ്വാൻറ്റേജ് അക്കൗണ്ടാണ്. ETF തീർച്ചയായിട്ടും ETF വഴി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്താണ് ETF? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോക്കുകളുടെ അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്ട്രുമെന്റുകളുടെ ഒരു കൂട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഓയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഓയിലിൻ്റെ കമ്പനീസുകൾ ഉണ്ടാവും. ഓയിലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡ്യൂസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ടാകും. ആ കമ്പനീസിൻ്റെ ഒക്കെ ഓഹരികളുടെ ഒരു കൂട്ടം, ആ കമ്പനീസിൻ്റെ ഒക്കെ ഓഹരികളുടെ ഒരു ബാസ്ക്കറ്റ്, അതാണ് ETF എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞതാണ്, അതാണ് ETF എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ETFകളിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. കാരണം ഈ ഓയിലിൻ്റെ മൂവ്മെൻറ്റ് മുകളിലേക്കും താഴേക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കമ്പനികളുടെ ഓഹരികളിലും അതൊക്കെ പ്രതിഫലിക്കും. തീർച്ചയായിട്ടും അതുപോലെ തന്നെ പ്രതിഫലിക്കും. അതുകൊണ്ട് എന്താണ്, നിങ്ങൾക്ക് ETFകളിലും ട്രേഡ് ചെയ്യാം. ഇത്തരത്തിൽ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾക്ക് ഈ ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം, ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കണം, ഏതൊക്കെ ന്യൂസ് നിങ്ങൾ ഫോളോ ചെയ്യണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത്. അത് നമുക്ക് വരുന്ന വീഡിയോകളിൽ വിശദമായിട്ട് തന്നെ പഠിക്കാം. ഇതിലേതിലാണ് ട്രേഡ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് സ്ട്രാറ്റജി, ഏത് ന്യൂസൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് ഫോളോ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാം. തൽക്കാലത്തേക്ക് ഇതൊരു ഇൻട്രഡക്ഷൻ ആയി കാണുക, നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ഇനി പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ, അഡീഷണൽ ആയിട്ട് പറയാനുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യത്തിൽ ഓൾറെഡി പ്രീമിയം മെമ്പർഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഞാൻ ഫോറക്സിൻ്റെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഉടൻ തന്നെ പോയിട്ട് ജോയിൻ ചെയ്യുക. ഒരുപാട് നല്ല ഡിസ്കഷനുകൾക്ക് അത് സഹായകമായിരിക്കും. അപ്പോൾ ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫോറക്സ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ പ്രീമിയം കണ്ടന്റ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ചാർട്ട് അനാലിസിസും കാൻഡിസ്റ്റിക് അനാലിസിസും അത്തരത്തിലുള്ള പ്രീമിയം കണ്ടന്റ്സ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് ഫോറക്സിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോളിന് ഒരുപാട് പേര് പോസിറ്റീവായിട്ട് തന്നെ റിപ്ലൈ തന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവരണം, നല്ലതാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പോസിറ്റീവായിട്ട് തന്നെ റിപ്ലൈ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, ഫോറക്സ് മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രീമിയം മെമ്പർഷിപ്പ് ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഗോൾഡിൻ്റെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ഫോറക്സിൻ്റെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ വരുന്ന വീഡിയോകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിക്കുക തന്നെ ചെയ്യും. തുടക്കത്തിലെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അറിയായിരുന്നല്ലോ, കുറച്ച് നമ്മൾ വലിച്ചു നീട്ടി, നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ വലിച്ചു നീട്ടിയതാണ്, റിപ്പീറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇനിയുള്ള വീഡിയോകൾ അങ്ങനെ ആയിരിക്കില്ല. കാരണം നിങ്ങൾ ഇത്രയും വീഡിയോകൾ കണ്ട് നിങ്ങൾ തന്നെ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വന്നിട്ടുണ്ടാകും. കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം മുതലേയുള്ള വീഡിയോകൾ കാണുക. ഇത്രയും വീഡിയോ കണ്ടവർ ഈ ഒരു ഫോറക്സ് മാർക്കറ്റായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ട് വന്നിട്ടുണ്ടാകും. ഇനി അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയുള്ള വീഡിയോകൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്ന ഇത്തരത്തിലെ വീഡിയോകൾ തന്നെയായിരിക്കും. ശ്രദ്ധിച്ച് കാണുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ശ്രദ്ധിച്ച് പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.